റസൂലിന്റെ സബിതത്തിൽ കയറി വന്നുകൊണ്ട് അവര് ചോദിക്കുകയാണ്, മൻ ഹുവ അകിയസുന്നാസി വ അക്രമഹും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിലേറ്റവും വിവേകശാലിയായ മനുഷ്യൻ, ജനങ്ങളുടെ കൂട്ടത്തിലേറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കുമ്പോ, റസൂലുള്ളാഹിനോട് ഇത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി മറുപടിയായിട്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണോ, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അശദ്ദുഹും ഇസ്തിദാദൻ ലഹു ഉലൈകൽ അകിയാസ് ദഹബൂ ബിശറഫി ദുനിയാ വ കറാമത്തിൽ ആഖിറ. ആരാണ് ബുദ്ധിമാൻ, ആരാണ് വിവേകമതിയായ മനുഷ്യൻ? ഈ ദുനിയാവിന്റെ പളപളപ്പുകൾ നേടിയവനെന്നാണോ? ഈ ദുനിയാവിന്റെ അധികാരങ്ങൾ കീഴടക്കിയവനെന്നാണോ? സിംഹാസനങ്ങളുടെ അധിപതി എന്നാണോ? ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയവനെന്നാണോ? എന്തായിരുന്നു ഹബീബിന്റെ മറുപടി എന്നറിയുമോ? അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അശദ്ദുഹും ഇസ്തിദാദൻ ലഹു ഉലൈകൽ അകിയാസ്. മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ആലോചിക്കുന്ന മനുഷ്യന്മാരാണവരോ. മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ആലോചിക്കുന്ന മനുഷ്യന്മാർ മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക മാത്രമല്ല, ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്നവരാ. അവരാകുന്നു ബുദ്ധിമാന്മാർ, അവരാകുന്നു വിവേകമതികൾ. ഈ ദുനിയാവിന്റെ ശറഫും ആഖിറത്തിന്റെ കറാമത്തും അവർ കരസ്ഥമാക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബുദ്ധിമാനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും നല്ല വിവേകമതിയെ കുറിച്ച് പറഞ്ഞത് മരണചിന്തയുള്ള മനുഷ്യനാണെന്നാണ്. എപ്പം വേണമെങ്കിലും അള്ളാന്റെ വിളി ഉണ്ടാവും എന്നുള്ളൊരു ഉൾവിളി നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരാളെ തന്റെ കൂടെ നിർത്തിയിരുന്നതാണ്. എന്തിനെന്നറിയോ? അയാളുടെ പണി ഇതാണ്, എപ്പോഴും ഉമറിനോട് ഇങ്ങനെ പറയണം, ഉമറേ, എപ്പോഴും ഈ ദുനിയാവിലുണ്ടെന്ന് വിചാരിക്കണ്ടോ, മരണുണ്ട്, മരണുണ്ട്, അള്ളാന്റെ വിചാരണുണ്ട്, ബർസഖിയായ ലോകമുണ്ട്, അന്ത്യനാളുണ്ട്, വിചാരണയുണ്ട്, മടക്കയാത്രയുണ്ട്, മടക്കയാത്രയുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഒരാളെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അദ്ദേഹത്തെ പറഞ്ഞയച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ മുടിക്ക് നരച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് മുന്നറിയിപ്പ് ഇവരും നൽകിക്കോളും. ഈ നരച്ച മുടി എന്നോട് പറയും, ഉമറേ, മടക്കയാത്രക്ക് സമയമായി എന്ന്. അതുകൊണ്ട് ഇനി എനിക്ക് വേറൊരു മുന്നറിയിപ്പുകാരന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനും തഖ്വയും അത്രമാത്രം ഉന്നതമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കടയിൽ നിന്ന്, ഒരു പച്ചക്കറി കടയിൽ നിന്ന് നമ്മളൊരു പച്ചക്കറി വാങ്ങുമ്പോൾ ആ പച്ചക്കറിക്ക് പോലും അത് ഇത്ര ദിവസം ഉണ്ടാവും, കേടുവരാതെ നിൽക്കുന്നു, ആ കടക്കാരനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്നാൽ അതും വാങ്ങിക്കൊണ്ട് പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആ വാങ്ങുന്ന സാധനം വീട്ടിലേക്ക് എത്തിക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത് നമുക്ക്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടുകാരോട് സലാം പറഞ്ഞിറങ്ങിയവർ കൂട്ടത്തിലുണ്ട്. ആ വീട്ടിലേക്ക് തന്നെ സലാം പറഞ്ഞ് കയറി ചെല്ലാൻ നമ്മൾ ഉണ്ടാകുമോ? എന്തുറപ്പുണ്ട് നമുക്ക്? സംസാരത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നവര്, വ്യായാമത്തിന് പോയതാണ്, വ്യായാമം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല, ഉറങ്ങാൻ കിടന്നതാണ്, രാവിലെ വിളിക്കുമ്പോ ആ കട്ടിലടക്കം അങ്ങനെ കുലുങ്ങുകയാണോ? എത്രയോ എത്രയോ മനുഷ്യന്മാരങ്ങനെയുണ്ട്. അതുകൊണ്ടല്ലേ കവി പാടിയത്, വക്കം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വക്കം മിൻ സഖീമിൻ ആശ ഹീന
ഹീനം മിനദ്ദഹ്രി. എത്രയോ രോഗികളുണ്ടോ, കിടപ്പ് രോഗികളാണോ, ഒന്നെണീക്കാൻ പോലും കഴിയാത്ത രോഗികളാണോ. ആ രോഗികളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ മൂത്രത്തിന് പൈപ്പിട്ടിട്ടുണ്ടോ, അതാ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഹോളിട്ടിട്ടുണ്ടോ, എല്ലായിടത്തും പൈപ്പാണ്. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അസുഖമാണോ, അങ്ങനെ അതാ 1-2 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണോ. കാണുമ്പോ നമുക്ക് തോന്നും ഇല്ല, ഒരു ദിവസം കൂടെ 2 ദിവസം കൂടെ, ഏറിയാൽ കുറച്ചു ദിവസമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ആ രോഗിയെ കാണുമ്പോ. എന്നാൽ ആ രോഗിയതാ വർഷങ്ങളോളം അങ്ങനെ തന്നെ ജീവിക്കുന്നു. അല്ലാഹ് അവരുടെ ആയുസ്സങ്ങ് നീട്ടിക്കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ മുന്നിലൂടെ ഓടിക്കളിക്കുന്ന നമ്മുടെ പേരക്കുട്ടികളില്ലേ, ചെറുപ്പക്കാരില്ലേ, നല്ല നല്ല യുവാക്കളില്ലേ, അവരെ കാണുമ്പോ നമ്മൾ പറയും എത്ര നല്ല ആരോഗ്യവാന്മാരാണ്, എത്ര നല്ല ആരോഗ്യവാന്മാരാണ്. താടി തടവിക്കൊണ്ട് നമ്മൾ പറയും ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ കാലമല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എത്ര കുട്ടികളുടെ മയ്യത്താണ് നമ്മൾ നമസ്കരിച്ചതോ. അതുകൊണ്ടാ കവി പറഞ്ഞതോ, അരോഗദൃഢഗാത്രരായ ആരോഗ്യവാന്മാരായ എത്ര ചെറുപ്പക്കാരാണോ ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോകുന്നതോ. നമ്മൾ പത്രത്തിൽ കണ്ടിട്ടില്ലേ, അയൽപ്പക്കത്ത് നടന്നിട്ടില്ലേ, നമ്മൾ എത്രയോ ആളുകളുടെ ഇങ്ങനെ വായിക്കുകയാണ്. ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു അസുഖം ഉണ്ടായിരുന്നില്ല, ഒരു ഗുളികയും കുടിക്കണില്ല, 18 വയസ്സായിട്ടുള്ളൂ, 23 വയസ്സായിട്ടുള്ളൂ, മരിച്ചുപോയി, മരണപ്പെട്ടുപോയി. ഉൾക്കൊള്ളുക നമ്മള്. എന്നാൽ എത്രയോ പ്രായം ചെന്ന ആളുകൾ അങ്ങനെ ദീർഘമായി ജീവിക്കുകയുമുണ്ടോ. അതുകൊണ്ട് മരണത്തെ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണോ, നാളെ എന്ത് സമ്പാദിക്കുമെന്നോ, ഏതൊരു ഭൂമിയിൽ വെച്ച് മരണം സംഭവിക്കുമെന്നോ നമുക്ക് പറയാൻ സാധ്യമല്ല, അറിയാൻ സാധ്യമല്ല. നമുക്കറിയാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ച് മരണപ്പെടുമെന്നോ. എത്രയോ ആളുകളാണ് പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടോ ആയുഷ്കാലം മുഴുവനും അവിടെ അധ്വാനിച്ചിട്ട് ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ടാണോ, തന്റെ പ്രിയപ്പെട്ട പത്നിയുമായിട്ട് വേർപിരിഞ്ഞു നിൽക്കുന്നവരുണ്ടോ, കുടുംബവുമായിട്ട് വേർപിരിഞ്ഞു നിൽക്കുന്നവരുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടെല്ലാം നിവൃത്തികേട് കൊണ്ട് നിന്നതാണോ. അങ്ങനെ അതാ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ആ പുതിയ വീട്ടിലേക്കൊന്ന് പ്രവേശിക്കാൻ പോലും കഴിയാതെ എയർപോർട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്ന എത്രയോ ആളുകളുണ്ടോ. അതുപോലെ തന്നെ അതാ വീട്ടിൽ നിന്ന് തന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോ എന്തോ ഒരു കാരണം പറഞ്ഞ് ആരോ വിളിച്ചപ്പോ അവിടേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പിന്നീട് കാണുന്നത് വേറെ എവിടെയോ വെച്ച് മരണപ്പെടുന്നതാണോ. അതുകൊണ്ട് എവിടെ വെച്ച് മരണം സംഭവിക്കുമെന്ന്, എന്ന് നടക്കുമെന്നോ, എങ്ങനെ സംഭവിക്കുമെന്നോ നമുക്കറിയാൻ സാധ്യമല്ലെങ്കിലോ, എപ്പോ നടന്നാലും ശരി, എങ്ങനെ മരിച്ചാലും ശരി, മരിക്കുമ്പോൾ അതാ യൂസുഫ് നബി പറഞ്ഞ പോലെ തവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മരിപ്പിക്കണേ അല്ലാ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്കുണ്ടാവണം. എവിടെ വെച്ച് മരിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മരിക്കുമ്പോണ്ടല്ലോ അള്ളാന്റെ തൃപ്തിയിൽ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ് ഏറ്റവും വലിയ ഒരുക്കവും അല്ലേ. നമ്മളൊരു യാത്ര ഉണ്ട് എന്ന് പറഞ്ഞാലേ, ഊട്ടിക്ക് പോകണം, കൊടൈക്കനാലിക്ക് പോകണം, മൂന്നാർക്ക് ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആണുങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചെറിയ ബാഗൊക്കെ, നിങ്ങൾക്ക് വലിയ ബാഗ് ഉണ്ടാവും. എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. 2-3 ദിവസം അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴേ അവിടെ എന്തൊക്കെ വേണം, മരുന്ന് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, എല്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എടുത്തു വെക്കും. ഇതൊരു ഒരുക്കാണ്. ഏതൊരു യാത്രക്കും ഏതൊരു പദ്ധതിക്കും ഈ രൂപത്തിൽ ഒരുക്കുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് അനശ്വരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, കാലാകാലഘട്ടത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടെ നിന്ന് തഖ്വയോടുകൂടെ ജീവിച്ച് മരിച്ചവർക്ക് മാത്രമാണ് സ്വർഗ്ഗമുള്ളത്. എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ആയുസ് അവസാനിക്കും. അതുകൊണ്ടാണ് എവിടെയും തൗഹീദ് പഠിപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞെന്താ അറിയോ, തഖ്വയോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും വലിയ ഒരുക്കെന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ആ രൂപത്തിൽ മുവഹിദുകളായി ജീവിക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. തഖ്വ എന്നുള്ളൊരു വിഷയമാണ് ഏറ്റവും വലിയതിന്റെ പാഥേയം. ഈ യാത്രയുടെ പാഥേയം ഒരുക്കമെന്ന് പറഞ്ഞാൽ തഖ്വ തന്നെയാണ്. മുഴുവൻ മനുഷ്യരെ വിളിച്ചുകൊണ്ടോ പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമായി അല്ലാഹ് പഠിപ്പിക്കുകയാ, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ.
അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ റബ്ബിനെ മാത്രം നിങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ, ഇബാദത്ത് ചെയ്യണേ. അവിടെയും അല്ലാഹ് പറഞ്ഞതെന്താ? ലഅല്ലക്കും തത്തഖൂൻ. ഇനി നോമ്പിനെ കുറിച്ച് പറഞ്ഞതോ അതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെയും അല്ലാഹ് പഠിപ്പിച്ചതെന്താ? നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പിന് നിർബന്ധമാക്കിയിരിക്കുന്നു മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ. അവിടെയും അവസാനിപ്പിക്കുന്നത് തഖ്വക്ക് വേണ്ടിയാണ്, ദോഷബാധയെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർക്കുള്ള പ്രതിഫലം എന്താ? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. നാളെ അതാ മുഅ്മിനീങ്ങൾക്കായിക്കൊണ്ട്, മുത്തഖീങ്ങൾക്കായിക്കൊണ്ട് സ്വർഗ്ഗത്തെ ഇങ്ങനെ അടുപ്പിച്ചു നിർത്തുകയാണോ. ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്നവർക്ക്, ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, റബ്ബേ അത് പറ്റിപ്പോയി അല്ലാ, രാവിന്റെ ഇരുട്ടുകളിൽ അത് പറ്റിപ്പോയി, അതുപോലെ തന്നെ പകലുകളിൽ അത് നടന്നുപോയി, നീ എല്ലാം കാണുന്നവനാണല്ലോ റബ്ബേ, മറ്റു പലരും അത് കണ്ടിട്ടില്ല റബ്ബേ, അതുകൊണ്ട് എനിക്ക് പറ്റിയതാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടോ അള്ളാഹിനോട് പറഞ്ഞു ഖേദിച്ചു മടങ്ങാൻ സന്നദ്ധനാണോ? ആ രൂപത്തിൽ ഖേദിച്ചു മടങ്ങുന്നവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കാണരുതെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കാൻ, കേൾക്കരുതെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കാൻ, തൗഹീദ് അനുസരിച്ചു ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ കറകളഞ്ഞ മുവഹിദുകളായി ജീവിക്കാൻ ആർക്കാർക്ക് സാധിച്ചോ? അവർക്കാണ് നാളെ അള്ളാന്റെ സ്വർഗമതാ സമീപസ്ഥമാ. ഈ രൂപത്തിൽ ഖേദിച്ച് മടങ്ങുന്നവർക്കോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കോ അല്ലാഹു ഒരുക്കിയ സമ്മാനമാണ് ആ സ്വർഗമെന്ന്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. അവരുടെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നാളെ അതാ കൂട്ടം കൂട്ടമായി അവരെ നയിക്കുന്നു. ഹത്താ ഇദാ ജാഉഹാ വഫുതിഹത് അബ്വാബുഹാ. അങ്ങനെ അതാ കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോ മുത്തഖീങ്ങളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് അല്ലാഹു നയിക്കുമ്പോ, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങളുടെ മുന്നിൽ ചെന്നവർ നിൽക്കുമ്പോ വഫുതിഹത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവർക്ക് മുന്നിൽ മലർക്ക തുറക്കുകയാ. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയ ആളുകൾക്ക് ബാബുസ്വലാത്തുണ്ട്. സ്വതക്കയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയ ആളുകൾ ഉണ്ടാവും. ധാരാളമായി വലം കൈ കൊടുക്കുന്നത് ഇടം കൈയേറിയാത്ത രൂപത്തിൽ അള്ളാന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന വലിയ ധർമ്മിഷ്ഠരുണ്ടാകും. അവരെ വിളിക്കാൻ ബാബു സ്വതക്കയുണ്ട്. അതുപോലെ തന്നെ നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കവാടം തന്നെ സ്വർഗത്തിനുണ്ട്. ഫിൽ ജന്നത്തി സമാനിയതു അബ്വാബിൻ മിൻഹാ ബാബുൻ യുസമ്മർ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ലാ സായിമൂൻ. സ്വർഗത്തിന്റെ അതാ റയ്യാൻ എന്ന് പറയപ്പെടുന്ന കവാടം, നോമ്പുകാരല്ലാത്ത ആരും പ്രവേശിക്കാത്ത കവാടം. ഇതുപോലെ 8 കവാടങ്ങളും അതാ സ്വർഗത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വഖാല ലഹും ഖസനതുഹാ. ആ സ്വർഗത്തിന്റെ പാറാവുകാരായ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ ഇവരെ വിളിച്ചുകൊണ്ട് പറയുമെന്നാണ്, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. വിശുദ്ധിയോട് കൂടെ ജീവിച്ചവരെ, ദുനിയാവിൽ നിങ്ങൾ സ്വതന്ത്രരായിരുന്നല്ലോ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നല്ലോ അല്ലേ? താക്കീതുകാർ പല രൂപത്തിൽ വന്നിരുന്നു, പ്രബോധകർ പല രൂപത്തിൽ വന്നിരുന്നു. നാളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ ആ നരകത്തിന്റെ ചൂടും തീയും വേവും അത് സഹിക്കവയ്യാതെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് മലക്കുകൾ അങ്ങനെ വിളിക്കുന്ന സന്ദർഭമുണ്ട്. അപ്പൊ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅതികും നദീർ,
നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ കൂട്ടരെ? അപ്പൊ ഒരു പറയുന്ന വർത്താനം എന്തറിയോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്. വന്നിരുന്നു പക്ഷേ ഞങ്ങളവരെ നിഷേധിച്ചോ, ഞങ്ങളവരെ കളിയാക്കി. അല്ല ഇങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. നരകത്ത് പതിക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകതയും അവരുടെ വർത്തമാനമാണ്. എന്നാൽ സ്വർഗത്തിന്റെ മുന്നിലേക്ക് വരുമ്പോ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ട് മലക്കുകൾ പറയുകയാണോ, ദുനിയാവിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിട്ടോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ, ഫദ്ഖുലുഹാ ഖാലിദീൻ. അനശ്വരമായ അവസാനങ്ങളില്ലാത്ത സുഖാഡംബരുടെ സ്വർഗത്തിൽ, സുഖാഡംബരങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക്